അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ പ്രവർത്തനങ്ങൾ നാളിതുവരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ അധ്യയന വർഷം ആരംഭിച്ച് അതിൻ്റെ പകുതി നിലവിൽ പിന്നിട്ടിരിക്കുകയാണ്. കൂടെ ഇൻഷാ അല്ലാഹ് ഡിസംബർ 15-ന് നമ്മുടെ ഹാഫ് ഇയർലി എക്സാം നടക്കാനിരിക്കുകയും കൂടെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും സ്വീകരിക്കേണ്ട തുടർ നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. വിഷയത്തിലേക്ക് വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോ കരിക്കുലർ ആൻഡ് കരിക്കുലർ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ രക്ഷിതാക്കളായ നിങ്ങളുടെയും കൂടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെയും സഹകരണം വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്, തുടർന്നും ആവശ്യപ്പെടുകയും കൂടെയാണ്. കരിക്കുലർ മേഖലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ക്വാർട്ടർലി എക്സാമിനേഷൻസ് പൂർത്തീകരിക്കുകയും ശേഷം അതിനോടനുബന്ധിയായിട്ടുള്ള ഇവാലുവേഷൻസ് പൂർത്തിയാക്കി CPTA കണ്ടക്ട് ചെയ്ത് രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്ത് അതിനനുബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റെമഡിയൽ ക്ലാസ്സുകളും കൂടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിനോടൊപ്പം കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടോടുകൂടെ സ്പെഷ്യൽ റെമഡിയൽ കോച്ചിങ് നമ്മൾ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, രക്ഷിതാക്കളോട് സഹകരണത്തോടുകൂടെ അതും മുന്നോട്ടേക്ക് പോകുന്നു. ഈ മാസങ്ങളിലെല്ലാം ഓരോ കുട്ടിയുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം റെഗുലർലി നോട്ട്ബുക്കുകൾ ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മന്ത്ലി സ്പെഷ്യലായിട്ട് വിദ്യാർത്ഥികളുടെ നോട്ട്ബുക്ക് വെരിഫൈ ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ ഞാനുമായിട്ടൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ കരിക്കുലർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അക്കാഡമിക് ക്ലാസ്സുകൾ അഥവാ സ്കീം ഓഫ് വർക്ക് പ്രകാരം പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ നാളിതുവരെയുള്ള സമയങ്ങളിൽ അൽഹംദുലില്ലാഹ് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നു. ടീച്ചേഴ്സ് വളരെ നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്യുകയും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോ കരിക്കുലർ മേഖലകളിൽ ആർട്സ്, സ്പോർട്സ് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ മുൻ വർഷങ്ങളിലേതിന്ന് വിഭിന്നമായിട്ട് വളരെ നല്ല രൂപത്തിൽ അത് നടത്തുകയും പ്രത്യേകിച്ച് സബ് ജില്ലാ തലങ്ങളിൽ ശോഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അറബി കലോത്സവമായാലും വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളായാലും എണ്ണമറ്റതാണ്. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ജില്ലയിലെ റിസൾട്ട് നോക്കുന്ന സമയത്ത് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും A ഗ്രേഡ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇംഗ്ലീഷ് പോം റിസൈറ്റേഷനിൽ നമ്മുടെ വിദ്യാർത്ഥിക്ക് ലെന എന്ന വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് വിത്ത് A ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ അടുത്ത് നിങ്ങളുടെ പോസ്റ്ററിലൂടെ വായിച്ച വിമുക്തിയുടെ സ്റ്റേറ്റ് തലത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിനിക്കാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ മേഖലകളിൽ നമ്മൾ മികച്ചു നിൽക്കുന്നു. കോ കരിക്കുലർ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു രക്ഷിതാവ് പറയുകയുണ്ടായി, നമ്മുടെ ഇസ്സത്ത് സ്കൂളിൽ ആക്ടിവിറ്റീസ് കുറച്ചധികം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ളൊരു കമൻ്റായിട്ട് ഞാൻ അതിനെ പരിഗണിക്കുകയാണ്. വിഷയം വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം പഠനത്തിൽ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ടാവില്ല. സ്കൂളുകളിൽ, ക്ലാസ് റൂമുകളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, യൂണിറ്റ് ടെസ്റ്റുകളെല്ലാം. എന്നാൽ ആക്ടിവിറ്റീസ് അങ്ങനെയല്ലല്ലോ. അതിൻ്റെ വീഡിയോസ് നമ്മൾ നിരന്തരം ഓരോ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഈ ആക്ടിവിറ്റീസാണ് വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹവുമായിട്ട് ഇടപഴകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ല് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഉപകരിക്കുന്നത് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ബാക്കി പിന്നീട് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ മികച്ചു നിൽക്കുന്നു എന്നർത്ഥം.
ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിച്ച വിഷയത്തിലേക്ക് വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഇങ്ങ് അടുത്തെത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ടും കഴിഞ്ഞ ക്വാർട്ടർലി അസസ്മെന്റ് പൂർത്തീകരിച്ച് നമ്മൾ കുട്ടികളെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയത് CPTA ടീച്ചേഴ്സുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ച കാര്യങ്ങളുടെ ഒരു ഫോളോ അപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഥവാ ആ ചേഞ്ചസ് വിദ്യാർത്ഥികളിൽ കൊണ്ടുവരാൻ ടീച്ചേഴ്സ് ഇവിടുന്ന് ശ്രമിക്കുന്നുണ്ട്, അത് വിദ്യാർത്ഥികളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ട് അത് അറിയിക്കേണ്ടത് നിങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷ പൂർത്തീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഫീഡ്ബാക്കുകൾ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളിൽ വിദ്യാർത്ഥികൾ എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അല്ലാത്ത പക്ഷം അത് ടീച്ചേഴ്സിന് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും അടുത്ത എക്സാം കഴിയുന്ന സമയത്ത് ഇതേ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ വരുന്നത്. സോ ടീച്ചേഴ്സുമായിട്ട് ഈ വിഷയം അപ്ഡേറ്റ് ചെയ്ത് നിരന്തരം ഈ ഒരു ഫീഡ്ബാക്ക് പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നർത്ഥം. രണ്ടാമതായിട്ട്, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പൂർത്തീകരിച്ച് പരീക്ഷയോട് അടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യാത്രകൾ, മറ്റു സംഗതികളെല്ലാം മാറ്റിവെച്ച് വിദ്യാർത്ഥികളോട് നിലവിൽ നാളിതുവരെ അവർ പഠിച്ച പാഠഭാഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും അവരുടെ നോട്ട്ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. അവിടെ ഏതെങ്കിലും ഭാഗത്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതോ അതല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ, ഇൻ കേസ് മെഡിക്കൽ എമർജൻസിയിൽ നമ്മൾ ലീവ് എടുക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ അതത് ടീച്ചേഴ്സിനെ കണ്ട് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു പരീക്ഷ കൂടി അഭിമുഖീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് കുട്ടികളുടെ അക്കാഡമിക് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിലവിൽ ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും കൂടെ കേൾക്കേണ്ടതാണ് എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അത് കേൾക്കുകയും ചെയ്യുന്നതോടൊപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ ഭാവിയിൽ നമ്മളെ സുരക്ഷിതമായിട്ട് ജീവിക്കാനും പ്രവർത്തന ഘോതയിൽ ഇറങ്ങാനും നമുക്ക് സഹായകമാകുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഓരോ തലങ്ങളിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങളും അറിവുകളും നേടണം. ഇത്തരത്തിലുള്ള പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് അഭിമുഖീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഒന്ന്, പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച നോളജ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ട്, ഈ പരീക്ഷ അഭിമുഖീകരിക്കുമ്പോൾ വരാനിരിക്കുന്ന ഓരോ തലങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളുണ്ട്. ആ പരീക്ഷയെ സ്മൂത്തായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു സ്കില്ലുകൾ കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ല. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സാമിനെ കൂടി നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. സിമ്പിളാണ്, നമുക്ക് പഠിക്കാൻ ഒരുപാടൊന്നുമില്ല. രാവിലെ അല്പസമയം നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയും വൈകുന്നേരങ്ങളിലൊക്കെ എക്സാം ആയിട്ടുണ്ടല്ലോ, നമ്മുടെ കളികളൊക്കെ അല്പസമയത്തേക്ക് മാറ്റിവെച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവുകയും നമ്മുടെ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ ഉണ്ട് എന്നും അതിൽ ഒരാവർത്തി വായിച്ച് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പെൻസിലുമായിട്ട് റൗണ്ട് ചെയ്ത് പിറ്റേ ദിവസങ്ങളിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴല്ലേ നമ്മളൊരു യഥാർത്ഥ വിദ്യാർത്ഥിയാകുന്നത്. അപ്പോഴല്ലേ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് എനിക്കറിയാം. തീർച്ചയാണ് അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് സൂചിപ്പിക്കാമെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ ഇത്തരം എക്സാമുകളും ഇത്തരം സന്ദർഭങ്ങളും ഉപയോഗപ്രദമാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.